ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ അഡീനിയം ചെടികളൊക്കെ റീപോർട്ട് ചെയ്യത്തില്ലേ, അപ്പോൾ റീപോർട്ട് ചെയ്യുന്നതിലുള്ള ഒരു പ്രാധാന്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അഡീനിയത്തിൻ്റെ ചെടിയിൽ നമുക്ക് വിത്തുകൾ പാകി കിളിപ്പിച്ചും നമുക്ക് നടാവുന്നതാണ്. അതുപോലെ തന്നെ കമ്പുകൾ മുറിച്ച് നട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷത്തിനകം തന്നെ നമ്മൾ ഏത് രീതിയിൽ നട്ടതാണെങ്കിലും റീപോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. കമ്പ് നട്ട് കിളിപ്പിച്ചതിനകത്ത് ഞാൻ റീപോർട്ടിങ് നടത്തിയിട്ടില്ലായിരുന്നു. സാധാരണ ഞാൻ അരി പാകി കിളിപ്പിച്ചതിനകത്തൊക്കെയാണ് റീപോർട്ട് ചെയ്ത് കൊടുത്തത് ഈ പ്രാവശ്യം. അങ്ങനെ റീപോർട്ട് ചെയ്യുകയും പ്രൂൺ ചെയ്യുകയൊക്കെ ചെയ്തു കൊടുത്ത തൈകളാണിതൊക്കെ. അതൊക്കെ നല്ല രീതിയിൽ തന്നെ പുതിയ ഇലകളൊക്കെ വന്ന് അതുപോലെ മുട്ടുകളൊക്കെ ആയി നിറയെ പൂക്കളൊക്കെ ആവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കമ്പുകളൊക്കെ അഡീനിയത്തിൻ്റെ വെട്ടി നടുമ്പോൾ ആദ്യമൊന്നും വലിയ ചട്ടിയിലായിരിക്കത്തില്ല മിക്ക ആളുകളും നടുന്നത്. കാരണം ചെറിയൊരു പോട്ടിൻ്റെ ആവശ്യമുള്ളൂ ചെറിയൊരു കമ്പ് നടുന്നതിന് വേണ്ടിയിട്ട്. ഞാനതുപോലെ തന്നെ ഒരു ചെറിയ പോട്ടിൽ ഒരു ചെറിയ കമ്പ് നട്ട് കിളിർപ്പിച്ച ഒരു അഡീനിയത്തിൻ്റെ തൈയിലാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന അഡീനിയത്തിൻ്റെ ചെടിയാണ്. ഇത് ഒരു ചെറിയ നല്ല രീതിയിൽ ഇരിക്കാതെ ചരിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇതിൻ്റെ ചുവട്ടിൽ നിന്നും ധാരാളം ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വേരുകളെല്ലാം വെളിയിലോട്ട്. അപ്പം നമുക്കത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ ചെടിച്ചട്ടി നേരെ ഇരിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാനിത് റീപോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉള്ള ഒരു പ്ലാന്റ് അല്ലായിരുന്നു. ഞാൻ ചെറിയൊരു കമ്പ് ഇതിനകത്ത് മുറിച്ച് നട്ട ആ രീതിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പം ഏകദേശം 2 വർഷത്തോളമൊക്കെ ആയി ഇതിങ്ങനെ മാറ്റി വെച്ചിട്ട്. അപ്പം നീളത്തിൽ പോകുകയായതുകൊണ്ട് തന്നെ 2 കമ്പായിട്ട് നീളത്തിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് കമ്പായിട്ട് നട്ടയല്ലേ, അപ്പം അങ്ങനെ അങ്ങ് പോകട്ടെ. അതുകൊണ്ട് അതിൻ്റെ മണ്ട ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കമ്പുകൾ 2ആയിട്ട് പോകുന്നത് ഇതുപോലെ ഞാൻ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇതുപോലെ വളച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അടിയിലെല്ലാം ഇതുപോലെ ചെറിയ വിത്തുകളൊക്കെ വന്നിട്ട് പൂക്കൾ ചെറിയ മുട്ടുകൾ പോലെ വരുന്നുണ്ട്, പക്ഷേ അങ്ങ് പൊഴിഞ്ഞു പോവുകയായിരുന്നു. അപ്പോഴാണ് ഇത് കൂടുതലും ശ്രദ്ധിച്ചത്. നമ്മളപ്പോൾ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ ചെടിക്ക് വലിയ പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ വേണം അതിനകത്ത് നിന്ന് എടുക്കാനെ കൊണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് അങ്ങനെ തറഞ്ഞ് ഒരുപാട് തറച്ചിലില്ല, കാരണം നമ്മൾ അതുപോലത്തെയുള്ള പോട്ടി മിക്സൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അധികം കംപ്ലൈൻ്റ് ഒന്നും വരാത്ത രീതിയിൽ വേരുകളിലെല്ലാം അങ്ങനെ പോറലോ ഒന്നും വരാത്ത രീതിയിൽ വേണം അത് ചെടിച്ചട്ടിക്കകത്തുനിന്ന് ഇളക്കിയെടുക്കാനെ കൊണ്ട്. അഡീനിയത്തിൻ്റെ ഇതുപോലുള്ള തൈകളിലൊക്കെ നമ്മൾ എന്തെങ്കിലും പോറലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പെട്ടെന്ന് തന്നെ ഫംഗസ് രോഗം ഉണ്ടാവുകയും അതുപോലെ തന്നെ ചെടി നശിച്ചു പോവുകയും ചെയ്യും. ഏകദേശം ഒരു 2 വർഷത്തോളം ആയതേ ഉള്ളായിരുന്നു ഒരു ചെറിയൊരു കമ്പ് നട്ടിട്ട്. അപ്പം ഇങ്ങനെ എടുത്തപ്പോഴാണ് ഇതിനകത്ത് കോഡെക്സ് വന്നിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പം നല്ല ഷേപ്പിലുള്ളൊരു കോഡെക്സ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മിക്കവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കമ്പുകളൊക്കെ നട്ട് കിളിക്കുന്ന അഡീനിയത്തിൻ്റെ തൈകൾക്ക് കോഡെക്സ് ഒന്നും നല്ല രീതിയിൽ വരത്തില്ല എന്നുള്ളത്. വിത്തുകൾ പാകി കിളിപ്പിക്കുന്ന അഡീനിയത്തിൻ്റെ തൈകളിലാണ് കൂടുതലായിട്ടും കോഡെക്സ് ഒക്കെ ഉണ്ടാകുന്നതാണെന്നാണ് നേരത്തെയുള്ള ഒരു അറിവ്. പക്ഷേ ഇത് ഏകദേശം ഒരു 2 വർഷം ആയതേ ഉള്ളൂ, ഒരുപാട് വർഷങ്ങളൊന്നും എടുത്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെ നമ്മൾ തൈകൾ നട്ട് കിളിക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു കോഡെക്സാണ് ഇതിനകത്തും ഉണ്ടായിരുന്നത്. 1 വർഷം ആയപ്പോൾ തന്നെ ഞാനിത് റീപോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് നല്ല രീതിയിലുള്ള കോഡെക്സ് എനിക്ക് ഇതിലും വളർച്ചയിൽ ഈ വർഷം കിട്ടിയേനെ. പക്ഷേ അറിയത്തില്ലായിരുന്നു ഇത് കമ്പ് നട്ട് ഇതുപോലെ നല്ല രീതിയിൽ കോഡെക്സ് ഉണ്ടാകുമെന്നുള്ള ഒരു അറിവില്ലായിരുന്നു. ഇപ്പോഴാണ് ആ ചെടിച്ചട്ടി ആ ഒരു ലെവലിൽ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് അത് റീപോർട്ട് ചെയ്യാനായിട്ട് തോന്നിയതും അപ്പോൾ അത് മാറ്റിയതും. പക്ഷേ ഞാൻ അതിൻ്റെ കൂടെയുള്ള തൈകളെല്ലാം ഈ വർഷം റീപോർട്ട് ചെയ്യുകയും നല്ല രീതിയിൽ പുതിയ ഇലകളൊക്കെ വന്ന് പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം നമ്മൾ സാഫ് പരട്ടി കുറച്ച് നേരം വെച്ചതിനൊക്കെ ശേഷം നമുക്ക് ഇത് പുതിയൊരു ചെടിച്ചട്ടിയിലേക്ക് റീപോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോഴേ ഈ അഡീനിയം ചെടികളൊക്കെ വളർത്തുന്നവർ എല്ലാ വർഷവും അതിൻ്റെ റീപോർട്ടിങ് സമയത്ത് ഇത് കറക്റ്റായിട്ട് റീപോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ വർഷവും അതിൻ്റെ കോഡെക്സ് നല്ല രീതിയിൽ തന്നെ വളർന്ന് നല്ലൊരു ഷേപ്പിലാക്കി എടുക്കാൻ നമുക്കത് സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഒരു ലൈക്ക് തരിക, കമൻറ്റ് ചെയ്യുക.